പരീക്ഷയുടെ സമയങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വല്ലാതെ കുഴക്കിക്കളയുന്ന ഒരു കാര്യമുണ്ട്, പരീക്ഷാ പേടി. കുഞ്ഞുങ്ങളെ മാത്രമല്ല നമ്മളെ രക്ഷിതാക്കളെയും ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പരീക്ഷാ പേടി കൊണ്ട് സംഭവിക്കുന്നത്. എന്താണെന്നോ, കുട്ടികൾക്ക് നന്നായി പഠിച്ചിട്ടുണ്ടാവും, ആ പരീക്ഷാ ഹാളിൽ കടക്കുന്നതിന് മുമ്പും അതിനുശേഷവും എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്. പക്ഷേ ഉത്തരക്കടലാസിൽ എഴുതുവാൻ നേരത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ, ചോദ്യ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ അവർക്ക് പഠിച്ചതൊന്നും ഓർമ്മയുണ്ടാകില്ല. എല്ലാ കുട്ടികളും തന്നെ എപ്പോഴും കംപ്ലൈന്റ് പറയാറുള്ള ഒരു കാര്യമാണിത്. ഇവിടെ എന്താണെന്നോ സംഭവിക്കുന്നത്, നമ്മുടെ ഉപബോധ മനസ്സിന്റെ ഒരു ശക്തി തന്നെയാണ് ഇവിടെ നടക്കുന്നത്. കാരണം കുട്ടികളിലുള്ള പേടി എന്ന് പറയുന്നത് പരാജയബോധത്തിൽ നിന്ന് തന്നെ ഉടലെടുക്കുന്നതാണ്. അപ്പൊ അവരുടെ നിരന്തരമായിട്ടുള്ള മനസ്സിലെ ആശങ്ക എന്താന്ന് വെച്ചാൽ, എനിക്ക് മാർക്ക് കുറഞ്ഞു പോകുമോ, എന്റെ അച്ഛൻ വഴക്ക് പറയോ, എന്റെ അമ്മ വഴക്ക് പറയോ, ഞാൻ തോറ്റുപോകുമോ എന്നൊക്കെയുള്ള ഈ ആദിയും വ്യാധിയും ഉണ്ടല്ലോ. ഇത്തരത്തിലുള്ള ചിന്തകൾ, ഇങ്ങനെയുള്ള പരാജയ ഭീതിയെ പറ്റിയുള്ള തുടർച്ചയായിട്ടുള്ള ചിന്തകൾ കാരണം ഇവരുടെ ഉപബോധ മനസ്സിലേക്ക് കിട്ടുന്ന ഒരു നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ പരാജയത്തെക്കുറിച്ചുള്ള നിർദ്ദേശം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഉപബോധ മനസ്സ് അത് നടപ്പിലാക്കി കൊടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ നടക്കുന്നത്, ഈ കുഞ്ഞുങ്ങളെ എന്നെ പരാജയപ്പെടുത്തണം, എനിക്ക് തോൽവി തരണം എന്ന് അവർ പ്രാർത്ഥിച്ചു വാങ്ങുന്നത് പോലെ തന്നെയാണ് ഇതിന്റെ ഒരു റിസൾട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ മനസ്സുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള പരാജയബോധം പാടെ നീക്കിക്കളയണമെങ്കിൽ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഈ കുട്ടികളുടെ, നമ്മുടെ എല്ലാവരുടെയും ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് ഓർമ്മകളുടെ ഒരു ഖജനാവ് തന്നെയാണ്. ഒരിക്കൽ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും അത് മനസ്സിലാക്കിയിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങള് ഈ വലിയ ഖജനാവിൽ, ഈ വലിയ സ്റ്റോർ ഹൌസിൽ അങ്ങനെ തന്നെ സ്റ്റോർ ചെയ്യും. ഇതാണ് നമ്മൾ ആദ്യം കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉത്തരക്കടലാസിലേക്ക് എഴുതുന്ന സമയത്ത് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിലൂടെ അവരുടെ ഈ പേടി നമുക്ക് മനസ്സിൽ നിന്ന് മാറ്റുവാൻ കഴിയും. അതിനായിട്ട് നമുക്ക് ചെറിയ അഫർമേഷൻസ്, സ്വയം കൽപ്പിതമായിട്ടുള്ള ചെറിയ വാക്യങ്ങൾ കുട്ടികളെ കൊണ്ട് നിരന്തരമായി പറയിപ്പിക്കുക. അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുന്ന വേളകളിലും ഉണർന്നെഴുന്നേറ്റ ആദ്യത്തെ നിമിഷങ്ങളിലുമൊക്കെ ഇവരോടൊന്ന് കണ്ണടച്ചിരുന്നിട്ട് ഇവർ വലിയ നല്ല മാർക്ക് വാങ്ങിക്കുന്നതായിട്ടും, ഈ നല്ല മാർക്കുമായിട്ട് വീട്ടിൽ വരുമ്പോൾ അച്ഛനും അമ്മയും അവനെ അഭിനന്ദിക്കുന്നതായിട്ടും, അവന് അതിനായിട്ട് ചെറിയ സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതായിട്ടുമെല്ലാം സന്തോഷത്തോടു കൂടി വിഷ്വലൈസ് ചെയ്യാൻ, ഭാവനയിൽ കാണുവാൻ കുട്ടിയെ പഠിപ്പിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള നിരന്തരമായ ഇത്തരത്തിലുള്ള നല്ല ഭാവനകൾ കാരണം അവന്റെ മനസ്സിലേക്ക് പോസിറ്റീവായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ചിന്തകൾ നിരന്തരം കൊടുക്കുവാൻ സാധിച്ചാൽ ഈ പരാജയ ഭീതി അവന്റെ സബ് കോൺഷ്യസ് മനസ്സിൽ നിന്ന്, അവന്റെ ഉപബോധ മനസ്സിൽ നിന്ന് നമുക്ക് തുടച്ചു മാറ്റുവാൻ കഴിയും. അതോടൊപ്പം തന്നെ എനിക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടും എന്ന് നിരന്തരമായിട്ട് ഈ കുഞ്ഞിനെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ നല്ല മാർക്ക് സ്കോർ ചെയ്യും, ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആകും, അല്ലെങ്കിൽ എന്താണോ, ഏത് സബ്ജക്റ്റ് ആണോ അവന് വിഷമമായിട്ട് അനുഭവപ്പെടുന്നത്, മാത്സ് ആണെങ്കിൽ എനിക്ക് കണക്കിൽ വലിയ മാർക്ക്, നല്ല മാർക്ക് കിട്ടും, അതിന് നന്ദി എന്ന് നിരന്തരമായി കുഞ്ഞിനെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ടിരുന്നാൽ ഇതിന് വളരെയധികം മാറ്റം വരികയും അടുത്ത പരീക്ഷയിൽ അത് വ്യക്തമായിട്ട് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഓർമ്മകളുടെ ഈ ഖജനാവിലേക്ക് ഒരിക്കലെങ്കിലും നമുക്ക് എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ തീർച്ചയായിട്ടും നിർദ്ദേശങ്ങൾ മൂലവും അതിനെ വർണ്ണാഭമായ ഭാവനകളിലൂടെയും ഈ കുഞ്ഞിന് ഉത്തരക്കടലാസിലേക്ക് പകർത്തുവാൻ കഴിയുക തന്നെ ചെയ്യും.